നിങ്ങളുടെ ജോസഫ് മാഷിനെയും റൂബി ടീച്ചറെയും ഒരിക്കൽ കൂടി ഞാൻ വീഡിയോയിൽ ഇൻവൈറ്റ് ചെയ്യണം കേട്ടോ. യെസ്, പോരാ ഇന്ന് നമ്മളിതാ ആ 45 വർഷം മുന്നേ എങ്ങനെയായിരുന്നു റൂബി ടീച്ചറെ സ്വന്തമാക്കിയത് അതേപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകും. പിതാവാണ് കേട്ടോ. അന്നത്തെ ഒരു ഹീറോ ആണ് ഇവിടെ നിൽക്കുന്നത്. യെസ്, ആൻഡ് ഞങ്ങളുടെ റൂബി ടീച്ചർ ഒട്ടും മോശമില്ല. നല്ല വെളുത്ത് വലിയ സുന്ദരി കുട്ടിയായിട്ട് നീണ്ട മൂക്കൊക്കെയായി സുന്ദരിയായിട്ട് ആ ഒരു വിവാഹ വിരുന്നിൽ ഇരുന്നുള്ളൂ 45 കൊല്ലം പിന്നിലേക്ക് പോയി. ഇന്ന് നമ്മൾ 45 കൊല്ലം പുറകിലോട്ട് പോയിട്ടാണ് ഇവിടുത്തെ ഓരോ ചടങ്ങുകളും നടക്കാൻ പോകുന്നത്. ജസ്റ്റ് ബിഫോർ ദാറ്റ് നമുക്കറിയാം 45 വർഷത്തിന് മുൻപ് ഞങ്ങൾ റൂബി ടീച്ചറെ പെണ്ണ് കാണാൻ പോയ ദിവസം ഓർമ്മയുണ്ടാകും. റൂബി ടീച്ചർ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ടോ? പക്ഷെ അയ്യോ എനിക്ക് ഓർമ്മയില്ല. പെണ്ണ് കാണാൻ ആദ്യം എത്ര പെണ്ണ് കണ്ടായിരുന്നു? പലരെയും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പാവർട്ടിയിലെ ഹീറോ ആയിരുന്നു. പാവർട്ടിയിലുണ്ട്, ജനിച്ചു വളർന്നത് പാവർട്ടിക്കാരനാണ്. അപ്പൊ പാവർട്ടിയിലെ ഒരു ഹീറോ ആയിരുന്നു. പെണ്ണ് കാണാൻ പോയ ദിവസം ആ ഒരു വണ്ടി ഏത് വണ്ടിയിലാണ് പോയി കണ്ടേ റൂബി ടീച്ചറെ? ഏതോ ഒരു കാറിൽ പോയി റൂബി ടീച്ചറെ കണ്ടു. എത്ര പെൺകുട്ടികൾ, കുറെ പെൺകുട്ടികൾ കണ്ടു. അതിൽ റൂബി ടീച്ചറെ കണ്ടപ്പോൾ ദിസ് ഈസ് മൈ ലൈഫ് പാർട്ട്ണർ, ഇവിടെ അങ്ങോട്ട് എന്റെ കൂടെ കൂട്ടേണ്ടത് ഈ സുന്ദരി കുട്ടിയാണ് എന്ന് തോന്നിച്ച ആൾക്കാരും അതെന്താണെന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? ഞാനവിടെ പോയ നേരത്തെ അമ്മ മുണ്ടൂര് പോയിട്ടില്ലായിരുന്നു, അപ്പനുണ്ടായിരുന്നു. പിന്നെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എത്ര ചോദ്യം ചോദിച്ചു ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്. 13 ചോദ്യം ചോദിച്ചു. എനിക്ക് ചോദ്യം പേര് എന്റെ മെയിൻ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കണേ, പെർമനന്റ് ആയോ? മനസ്സിലായി അതെ, 13 ചോദ്യം ചോദിച്ചപ്പോ ടീച്ചർക്ക് മനസ്സിലായി ഇത് തന്നെ നമ്മുടെ ആളാ. പിതാവ് കണ്ടപ്പോ പിന്നെ അല്ലേ സുന്ദരനാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ജെബിൻചാന്റെ സൗന്ദര്യമൊക്കെ ഇവിടെ നിന്ന് പകർന്ന് കിട്ടിയതാണെന്ന് നമുക്ക് തോന്നുന്നത്. എനിവേ നമുക്കറിയാം റൂബി ടീച്ചർക്ക് കുറെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളത് റൂബി ടീച്ചർ കണ്ടപ്പോൾ ദിസ് ഇസ് മൈ ലൈഫ് പാർട്ണർ, ഇവിടെ അങ്ങോട്ട് ഞാൻ കൂടെ കൂട്ടേണ്ട എന്റെ ലൈഫ് പാർട്ണർ ഇതാണ് എന്ന് തോന്നിച്ച ജോസഫ് മാഷാണ് തോന്നിച്ച കാര്യം അതെന്താണ്? അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനു മുന്നേ കണ്ടതിനേക്കാൾ 2 കാര്യത്തിൽ എനിക്ക് ഇമ്പോർട്ടൻസ് തോന്നി. ഒന്ന്, ആളെ കാണാൻ നല്ല സുന്ദരനാണ്. 2, ആളെ മാഷാണ്. എന്നെ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം മാഷ് വേണമെന്ന് കുറച്ച് നല്ല നിർബന്ധമുണ്ടായിരുന്നു. അപ്പോ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നി. 2 കൂട്ടരുടെ കൺസൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ പാർട്ടിയാണ്, ജോലി സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ തിരിച്ചു. അതങ്ങനെ മുന്നോട്ട് പോയി. ഏത് കളർ ഷർട്ടിലാ വന്നേ? അങ്ങനെ രണ്ടുപേരായിട്ടാണ് വന്നത്. ആ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ? ആ 2 പേര് പിന്നെ എന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എന്റെ അമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്. അതായത് അന്ന് കിണ്ടികളുണ്ട്, അത് ചോദിച്ചിട്ട് താഴെയുള്ള ഭദ്രാണ് കൊണ്ടുവന്ന് വെച്ചതെന്ന് പറഞ്ഞു. അത് ഓർമ്മയുണ്ട്. അങ്ങനെ 45 വർഷം ഇങ്ങനെ നീണ്ട ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോയി. 2 പേരും ഒത്തൊരുമിച്ച് ലൈഫിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ പങ്കുവെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോ സാധാരണ ജനിച്ചേടാ നമ്മൾ സാധാരണ വിവാഹവേളകളിൽ നവവധുവരന്മാർക്ക് കൊടുക്കാനുള്ള കുട്ടി ഗെയിമൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്താലോ? ഇത് 45 വർഷത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് 80s ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടാണ്. അന്ന് ആ വിവാഹത്തിൽ ഇരുന്ന കുഞ്ഞു കുഞ്ഞു ആൾക്കാരൊക്കെ ഇന്ന് വലിയ ആൾക്കാരായിട്ട് വിവാഹ വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നറിയാം. എനിവേ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? ക്രിസ്റ്റി ഞങ്ങളുടെ കുടുംബാംഗം പോലെയാണ്. ഞങ്ങൾ പല സ്ഥലത്തും കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ റൂബിയോട് പറഞ്ഞു, ക്രിസ്റ്റി ഇതുപോലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിനൊക്കെ തയ്യാറായിട്ട് വന്നോളൂ. പിന്നെ ചോദിക്കുന്ന ആളെ പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. 1980 ഒരു ഏപ്രിൽ 23 മറ്റം സെന്റ് തോമസ് പൊറോന പള്ളിയിൽ വെച്ചിട്ടാണ്
ഞങ്ങളുടെ വിവാഹം നടന്നു. വീഡിയോയിൽ കണ്ട ബാറ്റച്ചൻ അന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ മാനേജറായിരുന്നു. അച്ഛനാണ് ഞങ്ങളുടെ വിവാഹം ആശീർവദിച്ചത്. അന്ന് മുതലാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്. പിന്നെ 81 ഞങ്ങൾക്ക് മുണ്ടി വന്നു. അതാണ് ഇവിടെ ഇരിക്കുന്ന ചെല്ലും. ഞങ്ങളുടെ പതിവ് രീതിയിലുള്ള ട്രാക്ക് മാറി സഞ്ചരിക്കുന്ന ആളാണ്. എല്ലാവരും എന്നോട് ചോദിക്കാറുള്ളത് ജെബിൻ ഒരു കോളേജ് അധ്യാപകനായി കൂടെ കോളേജിൽ പോയി UGC ശമ്പളം വാങ്ങിച്ചുകൂടെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ മതിയായി. പക്ഷെ ജെബിൻ തെരഞ്ഞെടുത്ത വഴിയിൽ ജെബിൻ ഉറച്ചു നിന്ന് ജെബിൻ അങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അത് നല്ല സന്തോഷം. രാത്രി പകലാക്കിയിട്ടാണ് ജെബിന്റെ പ്രവർത്തനങ്ങൾ. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നന്നായി കിടന്ന് ഉറങ്ങുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഉറക്കം ഒരു പ്രശ്നമല്ല. ചെയ്യുന്ന ജോലിയുടെ ആ പാഷനുണ്ടല്ലോ, അത് ടോപ്പ് ഗിയറിലാണ്. പിന്നെ 85 ഞങ്ങളുടെ രണ്ടാമത്തെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ നാഴിക കല്ലുകൾ അങ്ങനെ ജീവിക്കും. 2009 മരുമകളായിട്ട് സ്മിത ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഞങ്ങളുടെ ശക്തി ഓരോ ദിവസവും അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത് തന്നെ മറ്റൊരാളും കൂടി മരുമകനായിട്ട് വന്നു. IT എഞ്ചിനീയറായിട്ടുള്ള ജീജവരാജ് കണ്ണനായിക്ക് മനത്താകരെയാണ് വീട്. അങ്ങനെ എൻ്റെ 2 ചെറുകളാണ് മകനും മരുമകനും. ഓരോ ദിവസം കഴിയുമ്പോൾ മാനസികമായിട്ടുള്ള ഊർജ്ജം കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നെങ്കിലും ഇവരുടെയൊക്കെ ആ പവർ കാണുമ്പോൾ അവരിൽ നിന്ന് ശക്തി ഇങ്ങോട്ട് ഒഴുകുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ ജെബിയുടെ 2 മക്കള് ഹരിത, അതുപോലെ തന്നെ പ്രണവ്, പിന്നെ ടിസിയുടെ മകളുടെ കുട്ടികൾ ഹർഷിത്, പാട്ടുപാടിയ ഹാലിയാക്കി. അങ്ങനെ ഞങ്ങളുടെ കുടുംബം 10 പേരുള്ള ഒരു കുടുംബമായിട്ട് മാറി. ക്ലോസ് സർക്കിളാണ്. പിന്നെ പ്രണവ്, അതിൻ്റെ കാര്യം പറയാൻ വിട്ടുപോകും. അവരിന്ന് കഴിഞ്ഞ ഞായറാഴ്ച ആദ്യ കുർബാന സ്വീകരിച്ചു. വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്. ഭാവി പദ്ധതികളൊക്കെ പറയുന്നതിന് അവരൊരു പ്രത്യേക കഴിവുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളെ വളരെയേറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം അവൻ പറഞ്ഞു. അതായത് എത്ര നല്ല ഫ്ലാറ്റിൽ താമസിച്ചാലും ഒരുപക്ഷെ ലക്ഷറി ഫ്ലാറ്റ് ആവാം, പക്ഷെ അവിടെയൊക്കെ താമസിച്ചാലും പാവർട്ടിയിലെ വീട് അവനായിട്ട് വിൽക്കില്ല. ഈ ഡിസംബർ 8-ാം തീയതിയാണ് ജെബിൻ ഇപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ ഹൗസ് വാമിങ് നടന്നത്. അപ്പോ നാട്ടിലെ വീട് ഇപ്പോഴും വരെയുള്ളതാണ് തോന്നുന്ന ഒരു ഇളം തലമുറയിലെ ഒരു കുഞ്ഞുണ്ടല്ലോ എന്ന് ഓർത്തപ്പോ എങ്ങനെ സന്തോഷിക്കാതിരിക്കും. പിന്നെ പാവത്തിപ്പള്ളിയിലെ തിരുനാളും അതിന്റെ വെടിക്കെട്ടും ഇലൂമിനേഷനും അതുപോലെ തന്നെ തിരുസന്നിധി വേണം. പിന്നെ മിൽമയുടെ ഐസ്ക്രീം വണ്ടികളും ഇതൊക്കെ എങ്ങനെ ഈ ബാലമനസ്സിനെ മറക്കാൻ സാധിക്കും. അങ്ങനെ പ്രണവിനോടുള്ള സ്നേഹത്തിന്റെ ഫലമായിട്ട് അവരെ കൂടി ഇവിടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ടീച്ചർ
ചരിത്രം പരിശോധിച്ചാൽ, അതായത് ജീവിത രേഖ പരിശോധിച്ചാൽ ഞാനൊരു കാര്യം കണ്ടത്, ഇവിടെ മറ്റത്തിൽ നിന്ന് വന്നിട്ടുള്ളവരോടാണ്. മറ്റത്തിൽ നിന്ന് വിവാഹം കഴിച്ച് പോയിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ടീച്ചർ ജനിച്ച നാൾ മുതൽ ഏകദേശം ഒരു 20 കൊല്ലം ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ഒരു ജോയിന്റ് ഫാമിലിയിലായിരുന്നു. ബിസിനസ്സുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജോയിന്റ് ഫാമിലിയുടെ പ്രോഡക്റ്റാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു പഴയ കാലത്തെ ആ കൂട്ടുകുടുംബത്തിൻ്റെ നല്ല ഗുണങ്ങൾ മുഴുവനും ആവാഹിച്ചെടുത്ത ഒരു വ്യക്തിത്വമാണ്. മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ പെരുമാറാറുണ്ട്. അതുപോലെ തന്നെ പാടവും പറമ്പുള്ള ആ അന്നത്തെ തറവാട്ടില് പണിക്ക് വരുന്നവരോടൊക്കെ സ്നേഹത്തോടുകൂടി പെരുമാറാനും ക്ഷമിക്കാനും, അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധം. വീട്ടിലെ മൂത്ത മകളാണ്, മൂത്ത കുഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ അങ്ങനെയുള്ള ഗുണങ്ങൾ ആർജിച്ചെടുത്തിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അതൊരു വലിയ അസറ്റായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും പഠിച്ചത് ഫിസിക്സാണ്. ജോലി ചെയ്തിരുന്നത് ഒരു റോഡിന്റെ അപ്പുറവും ഇപ്പുറവും. ഒരാൾ ക്രൈസ്തീയ ഗവൺമെന്റിൽ, അത് കല്യാണത്തിന് മുമ്പ് അവിടെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സെറ്റ് ഓഫീസിൽ പേപ്പർ വാല്യുവേഷന് ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്. ഞങ്ങളുടെ രാത്രി വീട്ടിലെത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അത് ഫിസിക്സ് ക്ലാസ്സുകളൊക്കെ കേട്ടായിരുന്നു. ശാസ്ത്രമേളയ്ക്ക് പോകുമ്പോൾ, സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അപ്പോഴൊക്കെ ചർച്ചാ വിഷയം ഫിസിക്സാണ്. അങ്ങനെ പോകും. ഇപ്പൊ ഈ ജീവിതമാണ് ഇവിടെ എത്തി നിൽക്കുന്നു. അപ്പൊ നിങ്ങളൊക്കെ തന്ന സപ്പോർട്ടിന് എൻ്റെ സഹോദരിമാരുണ്ട്, ടീച്ചറുടെ സ്വന്തം ആളുകളുണ്ട്. അവരൊക്കെ തന്ന സഹായം കൊണ്ട്, സ്നേഹം കൊണ്ട് ഞങ്ങളൊക്കെ ഇന്നോട് നിൽക്കുന്നു. ടീച്ചറുടെ മാനസികാരോഗ്യത്തിന്റെ ഒരു പ്രധാന കാരണം അന്ന് കൂട്ടുകുടുംബത്തിന് അവശേഷിച്ചിട്ടുള്ളവരുടെ ഈ സോഷ്യൽ മീഡിയ കോണ്ടാക്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫോൺ വിളികൾ, അതേപോലെ ലൈക്കുകൾ, കമന്റുകൾ, അതുപോലെ ഗ്രൂപ്പുകൾ, ഇതൊക്കെ ടീച്ചർ അതിനൊക്കെ പ്രതികരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് അവരത് വിളികളിൽ അവര് ലൈക്കുകളാണ്. എപ്പോഴെങ്കിലും ടീച്ചർ പോസ്റ്റ് ചെയ്താൽ അവർ വളരെ പ്രതികരിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ആരോഗ്യം കൂടും. ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൽക്കാലഘട്ടം നിർത്തില്ല. അതുകൊണ്ട് എനിക്ക് ചിലപ്പോ വിഷമിക്കുന്നുണ്ടാവും. അതിന്റെ പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കും. അതെ. അപ്പൊ അതുകൊണ്ട് സർവശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ആദ്യമായിട്ട് 45 വർഷം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കടവന്നതിന് ദൈവത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും മാതാപിതാക്കൾ എന്നെ ജീവിച്ചിരിക്കില്ല. ഞങ്ങൾക്ക് നമുക്ക് അവരെയും കൂടി ഓർക്കുന്നു. പിന്നെ ഈ 45 വർഷത്തിൻ്റെ ദാമ്പത്യ ജീവിതം ഇതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ വിചാരിക്കുന്നു. അത് നിങ്ങളെല്ലാവരുടെ പോലെ തന്നെയാണ് ഞങ്ങളുടേതെയും അനുകൂല പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ സാധ്യതയോടെ നേരിടാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ ഡോക്ടറിനെ പറ്റി, ജീവിത പങ്കാളിയെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്ടറുടെ എനിക്കൊരു മെന്ററായിരുന്നു. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഡോക്ടറുടെ അത് കേൾക്കും, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, തിരുത്തേണ്ടവ നമുക്ക് തിരുത്തി തരും. നമുക്ക് സീക്രട്ടായിട്ട് വരുന്ന വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സീക്രട്ടായിട്ട് അതല്ലേ വിശ്വാസം, അതല്ലേ എല്ലാം. There is
where there is joy, there is peace. So we can see peace everything. പിന്നെ നമ്മുടെ വേറൊരു പ്രത്യേക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ ആവശ്യം, ഞാനധികം ഫിസിക്സിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷാണ് ചോദിക്കാറുള്ളത്. അത് വളരെ കൃത്യമായി കണ്ടത്. ഈ പിറ്റേ ദിവസം ഒരാൾ വന്നാൽ അത് ആവർത്തിച്ച് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന ഒരു സ്വഭാവം ദിവസത്തേണ്ടേ ഇല്ല. അതിൻ്റെ മക്കൾക്കും നന്നായി അറിയാം. അപ്പോൾ ഈ ദാമ്പത്യ ജീവിതം 45 വർഷം ശോഭനമായി തീരണമെങ്കിൽ ഞങ്ങൾ രണ്ടാളും നേരത്തെ മാത്രം പറയും. ഞങ്ങളുടെ മക്കളും മരുമക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളും എല്ലാവരും അങ്ങനെ കൂടിയാണ്. ഇനി മൂത്ത മകൻ ജെബിൻ ജോസഫ്. നൂതനമായ വാചകം കണ്ടെത്തുന്നത് അവൻ എന്നും മുന്നിലാണ്. ശരിക്കുള്ള റോഡുണ്ടെങ്കിലും അവൻ അതുകൂടെ പോകില്ല. ഒരു വളരെ വഴി വെട്ടിച്ച് ലക്ഷ്യത്തിൽ ആദ്യം എത്തുന്നവനാണ്. ജോലിയെ സംബന്ധിച്ചിടത്തോളം അവനെ മാറി കഴിയില്ല. കൺസിസ്റ്റൻസി എന്നും അവരുടെ കൂടെ രാപ്പകൽ അധ്വാനിക്കും. അപ്പൊ ചില സമയങ്ങളിലൊക്കെ ഞങ്ങളൊടുക്കും അവനോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവനും ഞങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ മകള് ജിസ്മി. അവൾക്ക് അഡ്ജസ്റ്റ്മെന്റിന് ഞങ്ങൾക്ക് കുറച്ച് അവളെ വേണ്ടി വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ ജോലി തന്നെയാണ് അവൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വിചാരിക്കാം നമ്മുടെ ചിന്താഗതിയോട് തന്നെയാണ് അവളും ചോദിച്ച് പോയിട്ടുള്ളത്. പിന്നെ 2 മരുമക്കള് സ്മിതയും ജിജോരാജും. നമ്മുടെ വീട്ടിലെ എന്ത് കാര്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് വേണ്ടായാലും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ഇവർ 2 പേരും. ചുരുക്കത്തിൽ പറഞ്ഞാല് ഞങ്ങളുടെ 4 പില്ലോസാണ് ജെബിൻ, ജിജോ, ജിസ്മി, സ്മിത. അപ്പോൾ ചില സമയങ്ങളിൽ ഈ കുടുംബജീവിതവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതവും ഒത്തുപോയാൽ മാത്രമേ ഒരു 80% നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് അതിൽ ഞങ്ങളുടെ കൂടെ നിന്നത്. 4 പില്ലേഴ്സും ഇവർ തന്നെയാണ്. അപ്പോൾ അഡ്ജസ്റ്റ് വിശ്വസ്തത വേണം. ചെറുത് 2-3 പറഞ്ഞു മാത്രം അഡ്ജസ്റ്റ്മെന്റ് വേണം ജീവിതത്തിന്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫുൾ സപ്പോർട്ട് വേണം. വീട്ടിലെ മക്കളുടെ മരുമക്കളുടെ ഒക്കെ വേണം. ഇനി പറഞ്ഞതുപോലെ തന്നെ പേരക്കുട്ടികളും ഇതിൻ്റെ ഒരു ഘടകം തന്നെയാണ്. ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നവരാണ് ഈ 4 പേരക്കുട്ടികൾ. ഒന്ന് ഇപ്പോൾ പ്രണവ് പറഞ്ഞതുപോലെ തന്നെ കുർബാനയ്ക്കൊരുപാട് കഴിഞ്ഞ് പ്രണവ് ജെബിൻ, SSLCക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഹരിത ജെബിൻ, പിന്നെ ജിസ്മിയുടെ 2 മക്കൾ ആഷിഖ് ജിജുവരാജും ആനിയൻ ജിജുവരാജും 9th-ലും അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എല്ലാവരും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന മക്കളാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സപ്പോർട്ട്. എല്ലാവർക്കും കൂടി നന്ദി കൂടി ഇവിടെ പറയുന്നത് ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടുണ്ടാവും. ഞങ്ങളെപ്പറ്റി പറയുന്ന നല്ല വാക്കുകൾക്കൊക്കെ മുൻകൂർ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് വിശിഷ്ടാതിഥികൾക്കും, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും, ബന്ധുമിത്രാദികൾക്കും, നാട്ടുകാർക്കും, ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിട്ടുപോയെങ്കിലാണ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കും. സുനീഷ് പാരനാട് അമ്മയുടെ കല്യാണം 2ാമത് കൂടെ പേരക്കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷത്തോടെ കൂടെ തന്നെ ഇന്നത്തെ ദിവസം ഒത്തിരി സന്തോഷത്തോടെ പേരക്കുട്ടികൾ ദൈവം നൽകിയിട്ടുള്ള നല്ലൊരു പാർട്ട്ണറായിരുന്നു സുദേശി. ആൻഡ് പലരും തെളിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഇവരുടെ വീടിന്റെ പില്ലറായിട്ട് നല്ലൊരു മകനായി എല്ലാ കാര്യങ്ങളിലും കണ്ട സപ്പോർട്ടായിട്ട് ചേർന്ന് നിങ്ങളാണ് ഞങ്ങൾ സുധേട്ടൻ. ഞങ്ങൾ സുന്ദരിയായിട്ട് ഇരുന്നുണ്ടെങ്കിൽ അതിന് പുറകിലൊരു രഹസ്യം
യെസ്, ഒത്തിരി സന്തോഷത്തോടു കൂടെ തന്നെ ഇളനീരെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായിട്ട് ഞാൻ വേദിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ശ്രീജീഷനാണ്. ഇവരുടെ ആഗ്രഹം അനുസരിച്ച് ടീച്ചറായ മകളാണ്. നമ്മൾ അധികമൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം, ജെബിൻചേട്ടൻ ടീച്ചറൊന്നും ആവാൻ നിന്ന് കൊടുത്തില്ല, വളഞ്ഞ വഴിയിലൂടെ ഏറ്റവും എളുപ്പത്തിൽ എന്തെങ്കിലും കൂടി അമ്മച്ചിയുടെ ആഗ്രഹപ്രകാരം അധ്യാപികയായി ഒത്തിരി സന്തോഷത്തോടു കൂടെ തന്നെ അവർക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഒത്തിരി സന്തോഷത്തോടു കൂടെ തന്നെ ഇന്നത്തെ ദിവസം ചേച്ചി രണ്ട് പേർക്കും ഞങ്ങളുടെ പ്രണവ് അധികമൊന്നും സംസാരിക്കില്ല, കുറച്ച് ഷൈ ആയിട്ട് നിൽക്കുമെങ്കിലും അപ്പൊ അവർ അവർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടൊരു വാഗ്ദാനം നൽകിയിട്ടുള്ളത് പ്രണവാണെന്നാണ് പറയുന്നത്. പാവത്തിയുടെ വീട് പ്രണവമായിട്ട് വിൽക്കത്തില്ല, കോളിയാണ് അവൻ കാത്തു പോകുന്നത്. ജനിച്ചേട്ടൻ ഏത് വഴിക്ക് എത്ര നിലയുള്ള ലക്ഷ്മി ഫ്ലാറ്റിൽ പോയാലും പാവത്തിയില് നമ്മുടെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ആ ഒരു പാരമ്പര്യം ഞങ്ങളുടെ പ്രണവായിട്ട് കാത്തു പോകും. അപ്പൊ ഇവരെ നമുക്കൊരു മാഷാക്കാം അല്ലെ, ഒരു പ്രൊഫസറാക്കി മാറ്റാം. സെറ്റാണ്, അവർ റെഡിയാണ്. സോ ഒത്തിരി സന്തോഷത്തോടെ പേരക്കുട്ടികൾ എല്ലാവരും ചേർന്ന് അപ്പാപ്പനും അമ്മയും അമ്മാവയ്ക്കും നാരങ്ങ നൽകാണ്. ഇനി ആ നാരങ്ങ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. നാരങ്ങ അതൊന്ന് കവർ ചെയ്യണം, ഫോട്ടോസിൽ കവർ ചെയ്യും കൂടി വേണം. Green Life Art Hub between Kottapuram Shiva Temple and Vaidudi Bhavan, Thrissur. Call 8129715520.